നമസ്കാരം, മീഡിയസ്റ്റവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദിന്റെ ഇന്ത്യ സന്ദർശനം വൻ വിജയമെന്ന് UAE സാമ്പത്തിക മന്ത്രി സുൽത്താൻ സയ്യിദ് അൽ മൻസൂരി. ഇന്ത്യയിൽ ഇനിയും നിക്ഷേപം നടത്താൻ തയ്യാറാണെന്നും മന്ത്രി. ഇന്ത്യയിൽ മുതൽ മുടക്കിയതിന്റെ പേരിൽ ഇത്തിസലാത്തിനുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് UAE-യിലെ ഇന്ത്യൻ അംബാസിഡർ. ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ഹറമിൽ നടന്ന ക്രെയിൻ അപകടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് ക്രിമിനൽ കോടതി തള്ളി. കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള വിഷയമെന്ന ബിൻ ലാദൻ കമ്പനിയുടെ വാദം അംഗീകരിച്ചു. അപ്പീൽ നൽകുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ മുന്നേറ്റത്തിന്റെ പാതയിലാണെന്നും ഇന്ത്യയിൽ ഇനിയും നിക്ഷേപം നടത്താൻ തങ്ങൾ തയ്യാറാണെന്നും UAE സാമ്പത്തിക മന്ത്രി സുൽത്താൻ സയ്യിദ് അൽ മൻസൂരി പറഞ്ഞു. വികസന വിപ്ലവം ലക്ഷ്യമിട്ട് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ആരംഭിച്ച 2 ദിവസത്തെ രാജ്യാന്തര പങ്കാളിത്ത ഉച്ചകോടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. UAE ഉൾപ്പെടെയുള്ള വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ് 23ാമത് പങ്കാളിത്ത ഉച്ചകോടിയുടെ സംഘാടകർ. സ്ഥിരതയുള്ള സാമ്പത്തിക വ്യാപാര വളർച്ചയ്ക്ക് എങ്ങനെ ഒന്നിച്ചു മുന്നേറാമെന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ UAE സാമ്പത്തിക മന്ത്രി സുൽത്താൻ സയ്യിദ് അൽ മൻസൂരി സംസാരിച്ചു. അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദിന്റെ ഇന്ത്യ സന്ദർശനം വൻ വിജയമായിരുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പങ്കാളിത്ത ഉച്ചകോടിയുടെ ഉദ്ഘാടനം കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് നിർവഹിച്ചത്. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഇന്ത്യയേക്കാൾ 2 അക്കത്തിൽ വളർച്ചയുള്ള സംസ്ഥാനമായ ആന്ധ്ര മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാണെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. ഉച്ചകോടിയിലെ UAE സാന്നിധ്യം ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ പകരുന്നതായി UAE-ലെ ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരി പറഞ്ഞു. Government conversations that we've been having. So I'm very pleased that we were able to get His Highness, His Excellency the Minister for Economy to lead a strong business delegation. They've had some good conversations. They've certainly got a much better appreciation of the opportunities in Andhra Pradesh today, and that's a positive. കേന്ദ്രമന്ത്രിമാരായ വെങ്കയ്യ നായിഡു, നിർമ്മല സീതാരാമൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ ഉച്ചകോടിയിൽ സംബന്ധിച്ചു. UAE-യിലെ വിവിധ വകുപ്പ് മന്ത്രിമാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതികൂലതകൾ മറികടന്ന് കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ തന്നെയാണ് UAE-യുടെ തീരുമാനം. ഉഭയകക്ഷി കരാറുകളുടെ പ്രയോഗവൽക്കരണത്തിന് കൂടുതൽ മുൻതൂക്കം നൽകാനും UAE തീരുമാനിച്ചിട്ടുണ്ട്. പങ്കാളിത്ത ഉച്ചകോടി നടക്കുന്ന വിശാഖപട്ടണത്തെ വേദിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം MCA നാസർ, മീഡിയ 1. ഇന്ത്യയിൽ മുതൽ മുടക്കിയതിന്റെ പേരിൽ UAE ടെലികോം കമ്പനിയായ ഇത്തിസലാത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ടെന്നും വൈകാതെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും UAE-ലെ ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരി. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ബിസിനസ് സമ്മേളനത്തിൽ UAE നിക്ഷേപകർ ഇതു സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് അംബാസിഡറുടെ പ്രതികരണം. It is an issue. We are aware of it. We want to try and resolve it, but as you know, the matter is in court and it will take some time. But certainly from the side of the government, we are committed and we have established a high-level task force. It has actually, if you look at the situation at this time last year, there were many other issues pertaining to DP World, pertaining to TACA, pertaining to MR. Many of those have been resolved today. So I guess we should also look at the positive side, that look at the progress that we have made rather than just focusing on the most complicated issue which will take time to resolve. ഉച്ചകോടിയുടെ കൂടുതൽ വിവരങ്ങളുമായി വിശാഖപട്ടണത്ത് നിന്നും MCA നാസർ ഉണ്ട്. ഇപ്പോൾ നാസർ, ഇന്ത്യയിൽ ഇനിയും നിക്ഷേപം നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് UAE സാമ്പത്തിക മന്ത്രി അറിയിച്ചിരിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഈ പ്രഖ്യാപനം? ശ്രുതി, തീർച്ചയായിട്ടും. കാരണം നേരത്തെ ഇത് സംബന്ധിച്ച വലിയ ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ നിക്ഷേപ രംഗത്ത് കുറെ കൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരു രാജ്യങ്ങളും ഏറെക്കുറെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് $75 ബില്യൺ നിക്ഷേപം, 7500 കോടി ഡോളറിന്റെ നിക്ഷേപമായിരുന്നു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശന വേളയിൽ ഏറെക്കുറെ ധാരണ രൂപപ്പെട്ടത്. പക്ഷെ അതിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇന്ന് UAE-യുടെ സാമ്പത്തിക മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ എല്ലാ തുറകളിലും, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, കേരളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒട്ടേറെ വിവിധ പദ്ധതികളും നിർദ്ദേശങ്ങളും തങ്ങൾക്ക് മുമ്പാകെ ഉണ്ട്. അതിലൊക്കെ തന്നെ മുതൽ മുടക്കി ഈ രാജ്യവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നിക്ഷേപ രംഗത്തും സാമ്പത്തിക രംഗത്തും വളരെ മുന്നോട്ട് പോകുമെന്ന ആഹ്ലാദപരമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, വിവിധ തുറകളിലുള്ള ഉന്നത ബിസിനസ് സംഘവും അവർ നടത്തിയിരിക്കുന്ന ആശയവിനിമയത്തിലും ഇന്ത്യൻ ഗവൺമെന്റിനും കേന്ദ്ര
വാണിജ്യ മന്ത്രാലയത്തിനും ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഉറപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും തങ്ങൾ പദ്ധതികളുമായി തന്നെ മുന്നോട്ട് പോകും. കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി, അതോടൊപ്പം തന്നെ DP വേൾഡിന്റെ പദ്ധതികൾ കൊച്ചി മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ആ പദ്ധതികളിലൊക്കെ കൂടുതൽ മുതൽ മുടക്കിക്കൊണ്ട് തന്നെ ഈ രംഗത്ത് മുന്നോട്ട് പോകാനാണ്. ഒരിക്കലും തന്നെ ഒരു പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് UAE നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 14 കരാറുകളിലാണ് ഇന്ത്യയും UAEയും ഈ അബുദാബി കിരീടാവകാശിയുടെ ഇന്ത്യൻ സന്ദർശന വേളയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കരാറുകളുടെ പ്രയോഗവൽക്കരണത്തിന് കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ UAE നേതൃത്വവും ഇന്ന് മന്ത്രിയും വിശാഖപട്ടണത്തെ ഈ പങ്കാളിത്ത ഉച്ചകോടിയിൽ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിക്ഷേപ രംഗത്ത് കുറെ കൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് UAEയുടെ തീരുമാനം. ഇന്ത്യയും ആ അർത്ഥത്തിൽ തന്നെയാണ് ഇതിനെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ഒരു പ്രതികരണത്തെ നോക്കിക്കാണുന്നത്. നാസർ, ഇത്തിസലാത്ത് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വൈകാതെ പരിഹാരം കണ്ടെത്തുമെന്ന ഇന്ത്യൻ അംബാസഡറുടെ ഒരു പ്രസ്താവനയും ഇതിനോടൊപ്പം കൂട്ടിവായിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന UAE നിക്ഷേപകരുടെ ആശങ്കകൾക്ക് ഏത് തരത്തിലുള്ള പരിഹാരമാവും ഉണ്ടാവുക? ശ്രുതി, തീർച്ചയായിട്ടും നമുക്കറിയാൻ സാധിക്കും, ഒരു 3 ദിവസം മുമ്പ് ഡൽഹിയിൽ നടന്ന UAE നിന്നുള്ള ബിസിനസ് പ്രതിനിധി സംഘാംഗങ്ങളുടെ അവരുടെ വിലയിരുത്തലിലും സെമിനാറിലും അവർ പ്രധാനമായിട്ടും ഉന്നയിച്ചത് 2008 ഇത്തിസാലാത്ത് അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചായിരുന്നു. കാരണം ഇന്ത്യയിലെ ടെലികോം രംഗത്ത് വലിയ തോതിലുള്ള ഒരു പങ്കാളിത്തവും മുതൽ മുടക്കും നടത്തിയ ഇത്തിസാലാത്തിനെ സംബന്ധിച്ചിടത്തോളം സ്പെക്ട്രം വിവാദത്തിലൂടെ രൂപപ്പെട്ട സാഹചര്യങ്ങളാണ് ഇത്തിസാലാത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ തടസ്സമായി നിന്നത്. ഇപ്പോൾ ആ പ്രശ്നം കോടതിയുടെ പരിഗണനയിലാണ് എങ്കിൽ പോലും ഇതിനുവേണ്ടി ഒരു ഹൈപ്പവർ സ്വഭാവത്തിലുള്ള ഒരു സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് എന്നും ഈ പ്രശ്നങ്ങൾ ഇത്തിസാലാത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്ന വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് UAE അംബാസഡർ, ഇന്ത്യയുടെ അംബാസഡർ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതേപോലുള്ള നിരവധി കമ്പനികളും സ്ഥാപനങ്ങളും അതിൽ മലയാളികളുടെ വ്യവസായികളുടെ നേതൃത്വത്തിലുള്ള ചില പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട്. അവരും ഇത് സംബന്ധിച്ച ആശങ്കകൾ 3 ദിവസം മുമ്പ് നടന്ന ബിസിനസ് സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു. തീർച്ചയായിട്ടും അംബാസഡർ നൽകിയ പ്രതികരണം പ്രായോഗിക തലത്തിൽ വരികയാണെങ്കിൽ അത്തരം പ്രതിസന്ധികൾ അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ തന്നെ അടിയന്തര സ്വഭാവത്തിൽ തന്നെ പരിഹാരം ഉണ്ടാക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇത്തിസാലാത്ത് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് കൂടുതൽ മുതൽ മുടക്കാൻ DP വേൾഡിനും അതോടൊപ്പം തന്നെ മറ്റ് UAE കമ്പനികൾക്കും ഇന്ത്യയിൽ കൂടുതൽ മുതൽ മുടക്കി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമായിരിക്കും ഉരുത്തിരിയുക. ശ്രുതി. നാസർ, ഉച്ചകോടിയുടെ അവസാന ദിനമായ നാളെ പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാവും ചർച്ചയാവുക? ശ്രുതി, 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നതതല നേതൃത്വമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക മന്ത്രിമാരും വാണിജ്യ വകുപ്പിന്റെ ചുമതലയുള്ളവരും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഈ സമ്മേളനത്തിൽ വിശാഖപട്ടണത്ത് എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, നേരത്തെ ആന്ധ്രയുടെ വിഭജനം നടന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള നിക്ഷേപവും ആന്ധ്രയിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ തിരക്കിട്ട വളരെ ആസൂത്രിതമായിട്ടുള്ള ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ആരംഭിച്ച 2 ദിവസത്തെ രാജ്യാന്തര പങ്കാളിത്ത ഉച്ചകോടിയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു MCA നാസർ. മറ്റൊരു വാർത്തയിലേക്ക്. ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ഹറമിൽ നടന്ന ക്രെയിൻ അപകടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് കോടതി തള്ളി. കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തെ വിഷയമെന്നാണ് കേസ് തള്ളിയ മക്കയിലെ ക്രിമിനൽ കോടതിയുടെ വിശദീകരണം. ഇത് സംബന്ധിച്ച പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പബ്ലിക് പ്രോസിക്യൂഷൻ. 2015-ൽ 111 പേർ കൊല്ലപ്പെട്ട മക്ക ഹറമിലെ ക്രെയിൻ അപകട കേസാണ് കോടതി തള്ളിക്കളഞ്ഞത്. തങ്ങളുടെ പരിഗണനാ വിഷയ പരിധിക്ക് പുറത്തുള്ള സംഭവമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മക്കയിലെ ക്രിമിനൽ കോടതി കേസ് ഒഴിവാക്കിയത്. ഹറമിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ക്രെയിനുകളിലൊന്നാണ് 2015 സെപ്റ്റംബർ 11-ന് തകർന്നു വീണത്. അപകടത്തിൽ 111 പേർ മരിക്കുകയും 400ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സൗദി ബിൻലാദൻ കമ്പനിയാണ് ഹറം നവീകരണത്തിന് ചുമതല വഹിച്ചിരുന്നത്. കമ്പനി അധികൃതരും ഉദ്യോഗസ്ഥരുമടക്കം 13 പേരായിരുന്നു പ്രതിപട്ടികയിലുണ്ടായിരുന്നത്. ഇവരുടെ സാന്നിധ്യത്തിലാണ് കോടതി വ്യാഴാഴ്ച വിധി പ്രഖ്യാപിച്ചത്. 2 ജഡ്ജിമാർ കേസ് തള്ളുന്നതിനെ അനുകൂലിച്ചപ്പോൾ ഒരാൾ എതിർത്തു. രാജകൽപ്പന ഉള്ളതുകൊണ്ട് തന്നെ അധികാരപരിധിയുടെ ന്യായം നോക്കാതെ ക്രിമിനൽ കോടതിക്ക് കേസ് പരിഗണിക്കാമെന്നായിരുന്നു മൂന്നാമന്റെ വാദം. അസാധാരണവും അപ്രവചനീയവുമായ കാലാവസ്ഥാ മാറ്റം കാരണമാണ് ക്രെയിൻ വീണതെന്നായിരുന്നു വിചാരണാഘട്ടത്തിൽ ബിൻലാദൻ കമ്പനി വാദിച്ചിരുന്നത്. അപകട ദിവസം കനത്ത കാറ്റും മഴയും ഉണ്ടായിരുന്നു. ക്രെയിൻ വീണ സമയത്ത് 1 മണിക്കൂറിനുള്ളിൽ മാത്രം 50ലേറെ ഇടിമിന്നലുകൾ മക്കയിലുണ്ടായി. കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് 45 ഡിഗ്രി ഉണ്ടായിരുന്ന താപനില ഒറ്റയടിക്ക് 21 ഡിഗ്രിയിലേക്ക് താഴ്ന്നു. സിവിൽ ഡിഫൻസിന്റെ
ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം കുറഞ്ഞ സമയത്തിനുള്ളിൽ 40 മില്ലിമീറ്ററിന്റെ മഴയുമുണ്ടായി. എന്നാൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് അപകടത്തിലേക്ക് വഴി തുറന്നതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. ഇത് സംബന്ധിച്ച നിരവധി മുന്നറിയിപ്പുകൾ കമ്പനി അവഗണിച്ചു. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബിൻ ലാദൻ കമ്പനിക്ക് ഒഴിവാകാനാകില്ലെന്നായിരുന്നു വാദം. ഇത്രയും വിചാരണ നടപടികൾ പുരോഗമിച്ച ശേഷമാണ് അധികാരപരിധിയുടെ കാരണം ചൂണ്ടിക്കാട്ടി കോടതി കേസ് തള്ളിക്കളഞ്ഞത്. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1, ജിദ്ദ. വെള്ളം പാഴാകുന്നത് തടയാൻ അബുദാബിയിൽ സ്മാർട്ട് ഇറിഗേഷൻ പദ്ധതി ഒരുങ്ങുന്നു. മണ്ണിലെ ജലസാന്നിധ്യം പരിശോധിച്ച് കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കൃഷിയിടം എപ്പോൾ നനയ്ക്കണമെന്ന് തീരുമാനിക്കുക. അബുദാബി ഭക്ഷ്യനിയന്ത്രണ അതോറിറ്റിയാണ് നൂതന പദ്ധതി നടപ്പാക്കുന്നത്. കൃഷിയിടങ്ങളിൽ ഘടിപ്പിച്ച ഈ സെൻസറുകളാണ് മണ്ണിലെ ജലസാന്നിധ്യം പരിശോധിക്കുക. ഈ സെൻസറുകൾ കാലാവസ്ഥയും കൃഷിയുടെ ഇനവും പരിഗണിച്ച് ആവശ്യമായ വെള്ളം കണക്കാക്കുന്നു. The moisture on the soil. We also have a receiver where basically we are collecting the informations, whether it is from the satellites or from the moisture altogether. We also, on the other side, we have the satellite based on solar systems that are also connecting to the satellite, as well as it's taking the solar and the sun temperatures and everything. So it's like a weather station, a small weather station. മനുഷ്യാധ്വാനം കുറയ്ക്കാനും ജലം പാഴാകുന്നത് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. സൗരോർജ്ജത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കൃഷിയിടത്തിന്റെ വലിപ്പം എത്രയായാലും ഒരു യൂണിറ്റ് കൊണ്ട് മൊത്തം കൃഷിയിടം നിയന്ത്രിക്കുകയും ചെയ്യാം. ഉപകരണങ്ങൾ വിദേശ നിർമ്മിതമാണെങ്കിലും ഇതിലെ പ്രോഗ്രാമുകൾ പൂർണ്ണമായും UAE-യിൽ തന്നെ വികസിപ്പിച്ചതാണ്. വെള്ളത്തിന് പെട്രോളിനേക്കാൾ വിലയുള്ള നാട്ടിൽ കൃഷിയിടങ്ങളും സ്മാർട്ടാവുകയാണ്. ക്യാമറ പേഴ്സൺ ബിനോസ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, അബുദാബി. രാജ്യത്തെ കരിനിയമങ്ങൾ ഇതുവരെ ആർക്കൊക്കെതിരെ പ്രയോഗിച്ചതെന്ന് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. മാധ്യമങ്ങളും ജുഡീഷ്യറിയും വംശീയ മുൻവിധികൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും സോളിഡാരിറ്റി സംസ്ഥാന അധ്യക്ഷൻ ടി ഷാക്കിർ വേളം ആവശ്യപ്പെട്ടു. MM അക്ബറിനെതിരായ ഭരണകൂട ഭീകരതയ്ക്കെതിരെ എറണാകുളം പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭരണകൂടങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ നിരന്തരം പ്രയോഗിക്കാനാണ് കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്കിർ നായിക്കിനെതിരെ പ്രയോഗിച്ച കരിനിയമം വൈകാതെ MM അക്ബറിനെതിരെ പ്രയോഗിക്കാനും കേന്ദ്ര സർക്കാർ മടിക്കില്ലെന്ന് ടി ഷാക്കിർ പറഞ്ഞു. ഈ ഭീകര നിയമങ്ങളും കരിനിയമങ്ങളും എന്തിനാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇത് ആർക്കെതിരെയാണ് പ്രയോഗിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന് നമ്മുടെ ഭരണകൂടം തയ്യാറായാൽ മതി. നിയമസാക്ഷരതയിലൂടെ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂവെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത TA അഹമ്മദ് കബീർ MLA പറഞ്ഞു. പീസ് സ്കൂളിലെ പാഠപുസ്തകം ഭരണഘടനയ്ക്കെതിരാണെങ്കിൽ പുസ്തകം വിലക്കുകയാണ് വേണ്ടത്. മിസ്റ്റർ പിണറായി, എന്റെ വാദം എന്താണെന്നറിയോ? ഈ പാഠപുസ്തകം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഭരണഘടനാപരമായ താല്പര്യങ്ങൾക്കെതിരാണെങ്കിൽ ആ പുസ്തകം ഒഴിവാക്കാൻ പറയുക. അല്ലാതെ എന്താ ഇവിടെ അക്ബറിനെ എന്തിനാണ് വേട്ടയാടുന്നത്? MM അക്ബർ വീഡിയോ കോൺഫറൻസ് വഴി ആശംസ അറിയിച്ചു. മാത്യു കുഴൽനാടൻ, അഭിഭാഷകരായ വിൻസെന്റ്, ചന്ദ്രശേഖരൻ, ജമാൽ പാനായിക്കുളം, അബൂബക്കർ ഫാറൂഖി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ 1, കൊച്ചി. മക്കയിൽ ATM മെഷീനുകൾ കൊള്ളയടി പതിവാക്കിയ സംഘം പോലീസ് വലയിലായി. കഴിഞ്ഞ ദിവസം ATM-ൽ പണം നിറയ്ക്കാൻ പോകുന്ന വണ്ടി തടഞ്ഞു നിർത്തി 9 ലക്ഷത്തോളം റിയാൽ കവർന്ന കേസുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് സംഘം പിടിക്കപ്പെട്ടത്. ഡ്രൈവറെയും ജോലിക്കാരെയും തോക്കിൻമുനയിൽ നിർത്തിയായിരുന്നു 4-അംഗ സംഘത്തിന്റെ കവർച്ചയെന്ന് മക്ക പോലീസ് മേധാവി കേണൽ സയ്യിദ് ബിൻ സാലിം അൽഖർനി പറഞ്ഞു. കവർച്ചാ സംഘം സഞ്ചരിച്ചിരുന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് മോഷ്ടിച്ചതായിരുന്നു. വളരെ ആസൂത്രിതമായാണ് സംഘം കവർച്ചകൾ നടത്തിവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പിടിക്കപ്പെട്ടവരെ അന്വേഷണങ്ങൾക്കും തുടർ നടപടികൾക്കുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറി. ഖത്തറിലെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ ഇന്ത്യൻ മീഡിയ ഫോറം 5ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. GCC രാജ്യങ്ങളിലെ മികച്ച ഇന്ത്യൻ പത്ര ദൃശ്യമാധ്യമ റിപ്പോർട്ടർമാരെയാണ് പുരസ്കാരത്തിന് പരിഗണിക്കുക. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മികച്ച റിപ്പോർട്ടിംഗിന് ഇരുവിഭാഗത്തിലും 1,00,000 ഇന്ത്യൻ രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് പുരസ്കാരം. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ബഹ്റൈനിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയിൽ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ അലോക് കുമാർ സിൻഹ മുഖ്യാതിഥിയായിരുന്നു. സംസ്കൃതി എന്ന പേരിൽ ബഹ്റൈനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇന്ത്യൻ ഭക്ഷ്യവിഭവങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും വിവിധ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. സിഞ്ചിലെ ഗലേറിയയിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ അലോക് കുമാർ സിൻഹ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 68th Republic Day of India. This year is particularly significant as India is also celebrating 70 years of its independence. Organizing such an event to bring the Indian community in Bahrain together is a laudable effort.
വ്യാപാര പ്രമുഖൻ മുഹമ്മദ് ദാദാബായ്, ലുലു ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ ജൂസർ രൂപവാല എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി പ്രവാസികൾ കുടുംബസമേതം എത്തിയിരുന്നു. ബാൻഡ് വാദ്യവും വിവിധ കലാപരിപാടികളും ആഘോഷ പരിപാടികൾക്ക് കൊഴുപ്പേകി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ദുബായിലെ അൽ ലുസൈലിയിൽ 2 മലപ്പുറം സ്വദേശികൾ വാഹനാപകടത്തിൽ മരിച്ചു. മലപ്പുറം വളവന്നൂർ സ്വദേശി അബ്ദുൽ മജീദ്, വളാഞ്ചേരി സ്വദേശി ഷംസുദ്ദീൻ എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയായിരുന്നു അപകടം. ലുസൈലിയിലെ ഒരു കുതിര വളർത്തു കേന്ദ്രത്തിലെ ജീവനക്കാരാണ് മരിച്ച 2 പേർ. മിഡിസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.